Pomodoro technique, a method for focus to avoid procrastination, also to build a great goal. So बच्चों कैसे हैं आप सब? इस वीडियो के अंदर हम जो करने वाला है Pomodoro language, also Pomodoro का इस्तेमाल करते हुए भाषा हो तो साइंस സബ്ജക്ട് हो तो ഏതും പഠിക്കാം. ഈ ഒരു Pomodoro ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഭാഷ ആയിക്കോട്ടെ സയൻസ് സബ്ജക്ട് ആയിക്കോട്ടെ എല്ലാം നമുക്ക് പഠിക്കാൻ ഒരു മെത്തേഡാണ്. ഇതിനെങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടത്, ഇതെന്തൊക്കെയാണ്, ഇതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ ബെനിഫിറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. तो बच्चों सबका स्वागत है. सो बच्चों इस वीडियो में मैंने जो डिजाइन कर दिया है आपके लिए स्पेशल और खास है, तो पूरा वीडियो देख लीजिएगा. तो बच्चों रेडी. सो इसमें आप देख लो पोमोडोरो का जो क्या होता है, ये पोमोडोरो क्या होता है, എന്താണ് ആ പൊമഡോറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇറ്റ്സ് എ പോപ്പുലർ ടൈം മാനേജ്മെന്റ് മെത്തേഡ് ദാറ്റ് യൂസസ് എ ടൈമർ ടു ബ്രേക്ക് ഡൗൺ വർക്ക് ഇൻ ടു ഫോക്കസ്ഡ് ഇന്റർവെൽസ്. ഓക്കെ, ഒരു വലിയൊരു വർക്കിന് എന്താണ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓരോ ടൈം പീരീഡിലേക്ക് കട്ട് ചെയ്ത് ചങ്ക്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ്, പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് മെത്തേഡായിട്ടാണ് നമ്മൾ പൊമഡോറോ പറയുന്നത്. സോ ബച്ചോ റെഡി. ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ നോക്കാം. ഫ്രാൻസിസ്കോ സിറിലോ ഇൻ ദ ലേറ്റ് 1980s വൈൽ ഹി വാസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്. ഇദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പേരെന്താണ്? പൊമഡോറോ എന്ന് പറയുന്നതിന് എന്താണ്? ടൊമാറ്റോയുടെ, നമ്മുടെ തക്കാളിയുടെ ലാറ്റിൻ പേരാണ്. യു ക്യാൻ സീ ദ ഐക്കോണിക് ടൊമാറ്റോ ദാറ്റ് ഇൻസ്പയർഡ് ദ ടെക്നിക്. ഈ ഒരു ടൊമാറ്റോയുടെ ടൈമറാണ് ഈ ഒരു ടെക്നിക്കിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചതെന്ന് അതിലേക്ക് നമ്മൾ പറയാം. നെയ്മഡ് ആഫ്റ്റർ ദ ടൊമാറ്റോ ഷേപ്ഡ് കിച്ചൺ ടൈമർ ഹി യൂസസ് ടു ട്രാക്ക് ഹിസ് വർക്ക് സെഷൻസ്. അദ്ദേഹം എന്താണ് ഇത് ഈ നമ്മുടെ ടൊമാറ്റോ ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടൈമർ അദ്ദേഹത്തിന്റെ കിച്ചണിൽ അദ്ദേഹത്തിന്റെ ടൈമിനെ, അദ്ദേഹത്തിന്റെ വർക്കിനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെന്താണ് ഡിസൈൻ ടു കോമ്പാക്ട്. അദ്ദേഹം അതിനൊന്ന് വ്യത്യസ്തമായി അതിനൊന്ന് ഡിസൈൻ ചെയ്ത് നമ്മളിലേക്ക്, ആ ലോകത്തിന് മുന്നിലേക്ക് ആ സ്ട്രക്ചർ വെച്ച് ഇന്നും സയന്റിഫിക്കലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഈ പൊമഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. സോ എന്താണ് ഡിസൈൻ ടു കോമ്പാക്ട് പ്രൊക്രാസ്റ്റിനേഷൻ. നമ്മളൊരു കാര്യം പിന്നീട് ചെയ്യുന്ന പ്രൊക്രാസ്റ്റിനേഷനെ മാറ്റാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ഫോക്കസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ എന്താണ് ബ്രേക്കിംഗ് ദ ലാസ്റ്റ് ടാസ്ക്. കാരണം വലിയൊരു ടാസ്ക്, നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് വലിയ ടാസ്കുകൾ, അസൈൻമെന്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അതിനെങ്ങനെ കട്ട് ചെയ്ത് ഷോർട്ട് ചെയ്തിട്ട് ഇതിനെങ്ങനെ മാറ്റാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ബച്ചോ റെഡി. അടുത്തെന്താണ് ദ കോർ വൊക്കാബുലറി. ഇതിലെ വൊക്കാബുലറീസ് എന്താണ്? ദ കോർ എന്താണ്? ഇതിൽ നമ്മൾ ആദ്യം 25 മിനിറ്റ്, പൊമഡോറോ എന്ന് പറയുന്നത് തന്നെ 25-5, അരമണിക്കൂറിന് 25-5 മിനിറ്റ് എന്നതായി, അതായത് 25 മിനിറ്റ് വർക്ക് ചെയ്യുന്നു, 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുന്നു. സോ അത് നമുക്ക് നോക്കാം. 25 മിനിറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക് സെഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 25 മിനിറ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒന്നിനും ഡിസ്ട്രാക്ട് ആവാത്ത ഫോക്കസ് ആയിട്ടുള്ള 25 മിനിറ്റ് സെഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? 5 മിനിറ്റ് 5 മിനിറ്റ്സ് ബ്രേക്ക് ആഫ്റ്റർ 1 പൊമഡോറോ. ഒരു പൊമഡോറോ കഴിഞ്ഞ് നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് ലേ സക്താ ഹൈ. അതിനുശേഷം എന്താണ്? ലോങ് ബ്രേക്ക്. 4 പൊമഡോറോ, ഇതുപോലത്തുള്ള 4 പൊമഡോറോ നമ്മൾ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലാർജ് ബ്രേക്ക് ആയിട്ടുള്ള 50 to 30 മിനിറ്റ്സ് ബ്രേക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഇതാണ് പൊമഡോറോയുടെ അകത്ത് വരുന്നത്. സോ നമുക്ക് അതിനൊന്നുകൂടെ മനസ്സിലാക്കാം. ഇതിൽ പറയുന്നത് ആദ്യത്തെ 5 മിനിറ്റ് 25 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നു, വീണ്ടും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. 25 മിനിറ്റ് വർക്ക് ചെയ്യുന്നു, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. 25 മിനിറ്റ് വർക്ക്, 5 മിനിറ്റ് ബ്രേക്ക്. ഓൾമോസ്റ്റ് 2 ഹവറിന് വേണ്ടി സ്കെഡ്യൂൾ ചെയ്യാണ്. വീണ്ടും ഒരു ബ്രേക്ക്. അങ്ങനെ 4 എണ്ണം, അതായത് 30 മിനിറ്റിന്റെ 4 എണ്ണം നമ്മൾ ചെയ്യുന്നു. 30. ഓക്കെ, അതായത് 25 ഒരു സൈക്കിളാണ്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് എന്തെടുക്കാം? ഒരുമിച്ച് 2 മണിക്കൂർ ഏകദേശം കംപ്ലീറ്റ് ആവുന്നു. ഒരുമിച്ച് ഒരു അരമണിക്കൂറോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂറോളം ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ വർക്ക്സ് കാര്യങ്ങളൊക്കെ അവിടെ ഫിനിഷ് ചെയ്യാം. തോ ബച്ചോ റെഡി. സോ അടുത്ത എന്താണ്? അതിലെ ആ ഒരു അരമണിക്കൂർ ബ്രേക്ക് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെ പിന്നീട് ഞാൻ പറയുന്നതാണ്. സോ ബച്ചോ സമജ് ഗയേ ആപ് ലോഗ്. तो अगले में क्या है? അടുത്തായിട്ട് എന്താണ്? ആദ്യം നമ്മളൊരു ഗ്രാമർ പഠിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 5 സ്റ്റെപ്പാണ് ഈ ഗ്രാമർ പ്രക്രിയയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഗ്രാമർ, അതുപോലെ ലേണിംഗ്, ഹിന്ദി ലെസൺ പ്ലാനിങ്ങിൽ എങ്ങനെ ഈ പൊമഡോറോ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു ടാസ്കിനെയാണ് കിസി ബി काम से पहले हमको टास्क को चुनना है. നമ്മുടെ എന്താണ് ടാസ്ക് ആദ്യം അതിനെ സെലക്ട് ചെയ്യണം. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഡിസൈഡ് ഓൺ ദ സിംഗിൾ ടാസ്ക് യു വാണ്ട് ടു വർക്ക് ഓൺ. एक कार्य चुनना है, एक कार्य चुने आप. जो एक कार्य, ഏത് കാര്യമാണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തെ ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക. രണ്ടാമത് എന്താണ്? സെറ്റ് ദ പൊമഡോറോനെ സെറ്റ് ചെയ്ത് വെക്കുക. റെഡി? എന്നിട്ടോ വർക്ക് വിത്ത് ഫോക്കസ്. ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. സോ വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻ until the timer കംപ്ലീറ്റ് ചെയ്യുന്ന വരെ എന്താണ് നമ്മൾ ടൈമർ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ദ ടൈമർ റിങ്സ് എന്ന രീതിയിലാണ്. അൺടിൽ ദ ടൈമർ റിങ്സ്, ആ ഒരു ടൈമർ അവസാനിക്കുന്നത് വരെ ആയിട്ട് നിങ്ങൾ ഈ വർക്കിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, അതിനുശേഷം എന്താ നിങ്ങൾക്ക് 5 മിനിറ്റ് ആയിട്ടുള്ള 5 മിനിറ്റ് ബ്രേക്ക് ആവ് ലേ സക്തേ ഹൈ. ഫിർ ക്യാ ഹൈ? റിപ്പീറ്റ് ദ സൈക്കിൾ. വീണ്ടും ആ ഒരു സൈക്കിൾ വീണ്ടും തുടരുക. സോ ഭാഷയിലായിക്കോട്ടെ എല്ലാത്തിലായിക്കോട്ടെ ഈ 5 സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. വളരെ ഈസി ആയിരിക്കും. സോ ഗ്രാമർ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഇപ്പോൾ ഹിന്ദി റെവല്യൂഷനൊക്കെ വരാൻ പോകുന്നു. സോ അതൊക്കെ എങ്ങനെ അത് പഠിച്ച കാര്യം വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഓർത്ത് തന്നെ ഇരിക്കും. ഇത് സയൻസിലായിക്കോട്ടെ ഗ്രാമറിലായിക്കോട്ടെ ഈ മെത്തേഡ് തന്നെ എഫക്റ്റീവായിട്ട് പഠിച്ചോളൂ. നിങ്ങൾക്ക് ലൈഫിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. സോ ബച്ചോ റെഡി. അടുത്തത് എന്താണ്?
ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സോ ഇതിന് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാണ്, നമ്മളൊരു ടൈം ഒന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. इसका जो की बेनिफिट है, इम्प्रूव्ड फोकस एंड रिड्यूस फैटीग. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ പഠിത്തത്തിൽ നമ്മൾ മടുക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിന് ഇത് ഒഴിവാക്കാൻ സാധിക്കും. സോ നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും കൂടാതെ നമ്മൾ പഠിച്ച് മടുക്കുന്നു എന്നൊരു കാര്യത്തിൽ ആ ഒരു ഫാറ്റീഗിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. तो बच्चों സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വർക്ക് ഇന്റർവെൽസ് ആണ്. സോ ഓൾവേസ് ടു മെയിൻറ്റെയിൻ കോൺസെൻട്രേഷൻ. നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് ഇതുപോലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവെൽസ് ആണ് നമ്മൾ എപ്പോഴും സഹായിക്കുന്നു. ബെറ്റർ ഡിസ്ട്രാക്ഷൻ മാനേജ്മെന്റ് ആണ്. കാരണം ബെറ്റർ ആയിട്ട് നമ്മൾ എന്താണ് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് അതിനെന്താണ് മറ്റൊരു ഇന്ററപ്ഷൻ എന്നൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു സൈക്കിൾ ബിൽഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. സോ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാൻ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഫോൺ വരുന്നു, മെസ്സേജ് വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താനും ഇത് നമുക്ക് സാധിക്കും. നമ്മൾ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം, അതിനൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് സഹായിക്കുന്നതാണ്. പഠിത്തത്തോടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടുകയും പിന്നീടുള്ള ഡിസ്ട്രാക്ഷൻ ലൈഫിൽ ഇതാണ് നമുക്ക് ആ ഒരു എയിം, നമ്മൾ ആ ഒരു ഫ്ലോയിൽ എത്തിച്ചേരുന്ന കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ഞാൻ പറയുന്ന ഒരു സ്പോണ്ടാനിയസ് ഫ്ലോയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. സോ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മുടെ ഈ ലൈഫ് സൈക്കിളിലേക്ക് നമ്മുടെ ഈ ഒരു പുതുതായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുവാണെങ്കിൽ പഠിത്തം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുവാണ്. അടുത്ത എന്താണ് മോട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ഒരു ചെറിയ വിൻസ്, ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു മൊമെന്റം നിങ്ങൾക്ക് തരുന്നതാണ്. ഇനിയും ചെയ്യണം എന്നൊരു മൊമെന്റം നിങ്ങൾക്ക് എന്താണ് ഈ ചെറിയ കാര്യങ്ങളോട് അച്ചീവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മൊമെന്റം നിങ്ങൾക്ക് കിട്ടും. അതൊരു എന്താണ് അത് പിന്നീട് നിങ്ങൾക്ക് ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് ഹാബിറ്റ് ആയിട്ട് അതിനെ നിങ്ങൾക്ക് പിന്നീട് മാറ്റാനും സാധിക്കുന്നതാണ്. സോ ബച്ചോ റെഡി? ഓക്കെ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഉണ്ടാകുന്ന ആ ചേഞ്ചസ്. സോ ഇതാണ് പോമഡോറോ ടെക്നിക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. യു ക്യാൻ സീ तो बच्चों എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത് എന്നൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഡിസൈഡ് വാട്ട് യു നീഡ് ടു കംപ്ലീറ്റ്. ഓൾസോ ക്യാ ഹേ ടൈമർ 25 മിനിറ്റ് ടൈമർ നമ്മൾ സെറ്റ് ചെയ്യുന്നു. വർക്ക് യു ഓൺ ടാസ്ക് അൺടിൽ ദ ടൈമർ റിങ്സ്. നേരത്തെ പറഞ്ഞ പോലെ ടൈമർ റിങ് ചെയ്യുന്നവരെ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നീട് എന്താണ് വീണ്ടും 5 മിനിറ്റിന് ബ്രേക്ക് എടുക്കുന്നു. ദിസ് ഈസ് ദ റിപ്പീറ്റ് 4 ടൈംസ്. ഇത് 4 തവണ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഞാൻ പറഞ്ഞല്ലോ 15 to 30 മിനിറ്റുള്ള ബ്രേക്ക് നമ്മൾ എടുക്കുന്നു. तो बच्चों रेडी? अगला हम देख सकते हो वेरिएशंस एंड इम्प्लीमेंटेशन टिप्स. आपको ഒരുപാട് പോമഡോറോയിൽ ഒരുപാട് വേരിയേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതിലെ കുറച്ച് വേരിയബിൾസ് നമുക്ക് നോക്കാം. इसमें पहले आता है एक्सटेंडेड पोमोडोरो. एक्सटेंडेड पोमोडോറോയിൽ എന്താണ് വരുന്നത്? ഈ ഒരു സെഷൻ നമ്മൾ പറഞ്ഞു 25 മിനിറ്റുള്ള അതിനൊന്ന് പ്രസ് ചെയ്തിട്ട് എന്താണ് 40 മുതൽ 50 വരെയുള്ള ഒരു വർക്ക് സെഷനായിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. പിന്നീട് ഇപ്പോൾ ചെയ്യേണ്ട പിന്നീട് എന്താണ് നിങ്ങൾക്ക് 40 to 50 അതിനെന്താണ് ഈ സെഷൻസ് ഒന്ന് പ്രസ് ചെയ്ത് മുന്നോട്ട് വെക്കുക. പിന്നെ 10 മുതൽ 15 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ ഒരു സ്ട്രെച്ച് പോയാൽ 10 മിനിറ്റ് ഒരു ബ്രേക്ക് ഒരുമിച്ചെടുക്കാം. പിന്നീട് എന്താണ് ഫ്ലെക്സിബിൾ പോമഡോറോ എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ഇന്റർവെൽസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ പ്രിഫറൻസ്. നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി ടാസ്ക് ഒക്കെ ആക്കി നിങ്ങൾക്ക് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോമഡോറോസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ സാധിക്കും. പിന്നെ പേഴ്സണൽ പോമഡോറോസ്, കാരണം നിങ്ങളുടെ കസ്റ്റം വർക്കിനനുസരിച്ചും ബ്രേക്ക് ഡ്യൂറേഷൻ ഒക്കെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് പോമഡോറോ പേഴ്സണലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. റെഡി? അടുത്തെന്താണ് ഫ്ലോ ടൈം ടെക്നിക്ക് എന്ന് പറയുന്ന കാര്യം. എപ്പോഴും വർക്ക് അൺടിൽ നാച്ചുറൽ ബ്രേക്ക് നീഡഡ്, ദെൻ ടേക്ക് അപ്രോപ്രിയേറ്റ് റെസ്റ്റ്. ആ ഒരു ഫ്ലോ ടൈം ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. കാരണം നമുക്കൊന്നും ഇത് ചിലപ്പോൾ നമുക്ക് തന്നെ തിരിയാതെ സമയമൊന്നും ടൈമർ സെറ്റ് ചെയ്യാതെ ആ ഒരു ഫ്ലോയിൽ തന്നെ നമ്മൾ പോകും അല്ലേ. അങ്ങനെ നമ്മൾ എത്തിയിട്ട് നമുക്ക് തന്നെ നേച്ചുറലായിട്ട് തോന്നുമല്ലേ നമുക്ക് മതി ഒരുപാട് ഞാൻ പഠിച്ചു എന്ന് തോന്നി നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കുന്ന ആ ഒരു കാര്യവും ഇതിന് ഫ്ലെക്സിബിൾ ആയിട്ട് ഞാൻ പറഞ്ഞു 25 മിനിറ്റ്സ് മസ്റ്റ് ആണ്. അതിനങ്ങോട്ടേക്കുള്ള സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യത്തിലേക്ക് മാറ്റം വരുത്താം എന്ന് മാത്രമാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് പറഞ്ഞെന്ന് മാത്രമല്ല ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേരിയേഷൻസ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കാൻ മാത്രം മുന്നോട്ട് വെച്ചാണ്. നേരത്തെ പറഞ്ഞ കാര്യം മാത്രം നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്താൽ മതി, ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ വെച്ചോ അടുത്തത് ഇംപ്ലിമെന്റേഷൻ ടിപ്സ് എന്താണ്? ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നിങ്ങൾ ഇരിക്കുന്ന പോലെ നാളെ രാവിലെ 5:30 എഴുന്നേക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 5:30 എഴുതാൻ പറ്റത്തില്ല. സോ അതിനൊക്കെ എന്താണ് ചെറിയ ഹാബിറ്റ് ചേഞ്ചസ് ആണ് നമ്മളെ വലിയൊരു ഹാബിറ്റ് ചേഞ്ചിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. സോ ചെറിയ മാറ്റങ്ങൾ ആദ്യം നിന്ന് നമ്മൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ആ ഒരു ടാസ്കിലേക്ക് നമ്മൾ ആ ഒരു ഈ ടാസ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടെക്നിക്കിന് എൻ്റർ ചെയ്യണം. ഒരു ഹാബിറ്റിലേക്ക് പുതിയൊരു ഹാബിറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരുപാട് മുന്നേറ്റ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ആദ്യമേ ആ ബേസ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് വന്നാൽ മാത്രമേ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ടിപ്സ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. എന്താണ് ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള നമ്മുടെ ഡിസ്ട്രാക്ഷൻ ഫ്രീ വർക്ക് സ്പേസ് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കണം. ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു വർക്ക് സ്പേസ് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കണം. ആര് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഓക്കെ ഫോൺ ആയിക്കോട്ടെ, ഒന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു വർക്ക് സ്പേസ് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കണം. അടുത്തെന്താണ് പ്ലാൻ യുവർ സെഷൻ. നിങ്ങൾ ആദ്യമേ എന്തൊക്കെ ചെയ്യണം, ഒരു ദിവസത്തെ പൊമഡോറിൽ എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്ലാന് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നീട് എത്തുമ്പോൾ അയ്യോ ഇതായല്ലോ എന്ന് തോന്നരുത്. കാരണം ഈ പൊമഡോറിൽ അകത്ത് വരുന്നില്ല പ്ലാനിങ്. അതിന് മുമ്പേ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് പൊമഡോറിൽ കടക്കുന്നതിന് മുമ്പിലായിട്ട് പ്ലാനിങ് ഒക്കെ പക്കയായിരിക്കണം. കാരണം പിന്നീട് തുടങ്ങുമ്പോൾ തന്നെ അയ്യോ
പ്ലാനിംഗ് ഒന്നും ഇല്ലല്ലോ എന്ന മടുപ്പ് നിങ്ങൾ ഉണ്ടാവരുത്. സോ പ്ലാനിംഗ് ആദ്യമേ തയ്യാറാക്കി വെക്കണം. അടുത്തെന്താണ്, എന്തൊക്കെ ടൂൾസാണ് നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? ടൈമർ ആപ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ടൈമർ ആപ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങളുടെ ഫോണിന് നിങ്ങൾ ഇതുപോലത്തെ ഡിസ്ട്രാക്ഷൻസ്, ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരുപാട് ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരുപാട് ആപ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്യാം. നിങ്ങൾ ഫോണിലെ നോട്ടിഫിക്കേഷൻ രീതിയിൽ ഓഫ് ചെയ്തിട്ട് എല്ലാം ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാം. ആൻഡ് പ്രൊഡക്ടിവിറ്റി ട്രാക്ക് നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്കൊരു ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് നമുക്ക് ഇവിടെ ഞാനൊരു താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, പോമഡോറോയിൽ ഓരോ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ, നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു മോട്ടിവേഷൻ കിട്ടും. എന്നെക്കൊണ്ട് സാധിക്കുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, ഇനിയും എനിക്ക് മുന്നോട്ടേക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു മോട്ടിവേഷൻ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ട്രാക്ക് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഇതൊക്കെ പഠിച്ചു എന്നൊരു ട്രാക്ക് എപ്പോഴും നിങ്ങൾ എടുക്കുക, ഒരു ഷീറ്റ് അതിനായിട്ട് മാറ്റി വെക്കുക. സോ അന്നേരം നിങ്ങൾക്ക് എന്താണ് പിന്നെയും ചെയ്യണം എന്നൊരു ആഗ്രഹവും അതൊരു മോട്ടിവേഷനും ഒരു ത്രൈവും നിങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് അതിൽ ഞാൻ പറയുന്നത്. അടുത്തെന്താണ്, സ്റ്റാർട്ട് വിത്ത് ഷോർട്ടർ ഇന്റർവൽ. ഇനീഷ്യൽ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞില്ല, ഇതുവരെ തുടങ്ങാത്ത ആൾക്കാർക്ക് എന്താണ് വളരെ ടാസ്ക് ആയിട്ട് തോന്നാം. സോ 25 മിനിറ്റ് നിന്ന് വെറുതെ ഇരിക്കുക എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഓരോ ആളും ജീവിച്ചു പോകുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സമയം 5 മിനിറ്റ് ഫോണൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നു 15 മിനിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ 25 മിനിറ്റിലേക്ക് വേണ്ട 15 മിനിറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക്, വീണ്ടും ഒരു 15 മിനിറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പോമഡോറോ. ആദ്യം ഇതുവരെ നിങ്ങളൊന്നും പഠിക്കാൻ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് 15 മിനിറ്റെങ്കിലും കോൺസെൻട്രേറ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ ചെയ്യുക. 25 പിന്നീട് അതിന് ഇമ്പ്രൂവ് ചെയ്യുന്നു, പിന്നെ 25 ഇക്വിലിബ്രിയത്തിൽ പോകുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളൊരു പ്രോ ആയി എന്ന് തോന്നുവാണെങ്കിൽ എന്താണ് 40-50 നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സോ ബച്ചോ, അടുത്തെന്താണ്, യൂസ് ബ്രേക്സ് ഫോർ ഫിസിക്കൽ മൂവ്മെന്റ് നോട്ട് സ്ക്രീൻ ടൈം. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ പറയുന്നു 25 മിനിറ്റ് പഠിച്ചു, അതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് പോവാം, ഫോൺ നോക്കി റീല് കാണാമെന്നല്ല. മറിച്ച് അത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫിസിക്കലി നിങ്ങളൊന്ന് ബിൽഡ് ചെയ്യാനും നിങ്ങളൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനും ഫിസിക്കൽ മൂവ്മെന്റ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈമിലല്ല. വെൻ യു ഫീൽ ഡൗൺ ജസ്റ്റ് ഗോ ഡൗൺ ആൻഡ് ഡു പുഷപ്സ്. നിങ്ങൾക്ക് എപ്പോൾ ഫീൽ ഡൗൺ ആവുന്നു അപ്പം തന്നെ നിലത്തിരുന്ന് 5 പുഷപ്പ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ബ്ലഡ് പമ്പ് ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ പറയും ഐ ക്യാൻ ഡു ദിസ് എന്നൊരു കാര്യം, നിങ്ങളുടെ മൈൻഡ് തന്നെ പറയും. സോ ആ രീതിയിൽ നിങ്ങളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു മെത്തേഡിൽ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണ്, നല്ലൊരു എഫക്റ്റീവ് ലേണിംഗ് കൂടിയാണ്. സോ ഇതിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഐ डेफिनेटली से यू विल अचीव योर गोल और यू विल अचीव योर सक्सेस. सो बच्चों थैंक यू. तो मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद. थैंक यू.